ഹായ് ഹലോ എല്ലാവർക്കും PSC ഓഡിയോ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നോക്കുന്നത്. നട്ടലിലെ ആദ്യത്തെ കശേരു എന്ന് പറയുന്നത് അറ്റ്ലസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നട്ടലിലെ ആദ്യത്തെ കശേരു എന്താണ്? അറ്റ്ലസ് ആണ്. നട്ടലിലെ ആദ്യത്തെ കശേരു എന്താണ്? അറ്റ്ലസ്. നട്ടലിലെ രണ്ടാമത്തെ കശേരു ഏതാണ്? അത് ആക്സിസ് ആണ്. നട്ടലിലെ രണ്ടാമത്തെ കശേരു എന്താണ്? ആക്സിസ്. നട്ടലിലെ രണ്ടാമത്തെ കശേരു ആക്സിസ് ആണ്. നട്ടലിലെ അവസാനത്തെ കശേരു ഏതാണ്? അത് കോക്സിക്സ് ആണ്. അതായത് നട്ടലിലെ അവസാനത്തെ കശേരുവാണ് കോക്സിക്സ്. കോക്സിക്സ് ആണ് അവസാനത്തെ കശേരു എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി അനുബന്ധാസ്ഥി കൂടം എന്ന് പറയുന്നത്. ഇനി അതിന് മുമ്പ് കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കാം. ശ്വാസകോശങ്ങൾ, ഹൃദയം എന്നിവയെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന എല്ലുകളാണ് വാരിയെല്ലുകൾ എന്ന് പറയുന്നത്. അപ്പം ശ്വാസകോശം, ഹൃദയം എന്നിവയെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന എല്ലുകൾ ഏതെന്ന് വെച്ചാൽ ഇതാണ്, അത് വാരിയെല്ലാണ്. ശ്വാസകോശം, ഹൃദയം എന്നിവയെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന എല്ലുകളാണ് വാരിയെല്ലുകൾ. ആകെ 12 ജോഡി വാരിയെല്ലുകളുണ്ട്. എത്ര ജോഡിയുണ്ട്? 12 ജോഡി വാരിയെല്ലുകളുണ്ട്. അപ്പോൾ 24 എണ്ണം അല്ലേ? 12 ജോഡിയാണെങ്കിൽ 24 എണ്ണമാണ്. അപ്പം 12 ജോഡി വാരിയെല്ലുകളുണ്ട്. 12 ജോഡി വാരിയെല്ലുകൾ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒന്നുകൂടെ റിവിഷൻ ചെയ്യാം. തലയോട്ടിയിൽ എത്ര അസ്ഥികളുണ്ട്? 29 അസ്ഥികൾ. അതിൽ കപാലത്തിൽ എത്ര അസ്ഥികളുണ്ട്? അതിൽ 8 അസ്ഥികൾ. മുഖത്തെ അസ്ഥികൾ എത്ര എണ്ണമായിരുന്നു? അതിൽ 14 അസ്ഥികൾ. ചെവിയിൽ രണ്ടിടത്തും കൂടെ 6 എണ്ണം ഉണ്ടായിരുന്നു. അടുത്ത് നമ്മൾ പഠിച്ചത് എവിടെയാണ്? നട്ടല്. നട്ടലിൽ എത്ര അസ്ഥികളുണ്ട്? 26 അസ്ഥികളുണ്ട്. പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ കശേരുക്കളുടെ എണ്ണം 26 നമ്മൾ പഠിച്ചു. നവജാത ശിശുവാണെങ്കിൽ 33 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത് തന്നെ നമ്മൾ പഠിക്കുന്ന വാരിയെല്ലാണ്. വാരിയെല്ല് എത്രയാണ്? 12 ജോഡി വാരിയെല്ലാണ്. 12 ജോഡി വാരിയെല്ലാണെങ്കിൽ എത്ര എണ്ണം ഉണ്ടാവും? 24 എണ്ണം ഉണ്ടാവും. 12 ജോഡി വാരിയെല്ലിന് എത്രയാണ്? 24 എണ്ണം. ഓക്കെ, കനം കുറഞ്ഞ പരന്ന അസ്ഥിയായ ഓരോ വാരിയെല്ലും പുറംഭാഗത്ത് നട്ടലിനോടും അകംഭാഗത്ത് മാറലിനോടും യോജിച്ചിരിക്കുന്നു. അപ്പം കനം കുറഞ്ഞ പരന്ന അസ്ഥിയായ ഓരോ വാരിയെല്ലും പുറംഭാഗത്ത് നട്ടലിനോടും അകംഭാഗത്ത് മാറലിനോടും യോജിച്ചിരിക്കുന്നു. ഓക്കെ, അടുത്തതിന് അനുബന്ധ അസ്ഥികൂടമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. കൈകാലുകളിലെ അസ്ഥികളും വലയങ്ങളും ചേർന്നതാണ് അനുബന്ധ അസ്ഥികൂടം എന്നറിയപ്പെടുന്നത്. അപ്പോൾ കൈകാലുകളിലെ അസ്ഥികളും വലയങ്ങളും ചേർന്നതാണ് അനുബന്ധ അസ്ഥികൂടം. ഒരു കൈ അല്ലെങ്കിൽ കാലിൽ 30 അസ്ഥികൾ ചേർന്നതാണ്. ഒരു കൈയും ഒരു കൈയും അല്ലെങ്കിൽ ഒരു കാലെന്ന് പറയുന്ന എത്ര അസ്ഥികൾ ചേർന്നതാണ്? 30 അസ്ഥികൾ ചേർന്നതാണ്. കയ്യിലെ അസ്ഥികൾ, ഒരു കയ്യിൽ എത്ര അസ്ഥികളുണ്ട്? 30 അസ്ഥികളുണ്ട്. ഓക്കെ, അടുത്ത് ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി എന്താണെന്ന് നമ്മൾ പഠിച്ചു? അത് തുടയിലാണ്, ഭീമറാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതായിരുന്നു. 50 സെൻറ്റിമീറ്റർ ആണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയമായി അറിയപ്പെടുന്നത്, നമ്മൾ കാൽമുട്ട് ചിരട്ടയെ അറിയപ്പെടുന്നത് എന്താണ്? പാറ്റല്ല എന്നാണ്. മുട്ടുചിരട്ടയെ ശാസ്ത്രീയമായി അറിയപ്പെടുന്ന പേരെന്താണ്? പാറ്റല്ല. മുട്ടുചിരട്ടയെ ശാസ്ത്രീയമായി അറിയപ്പെടുന്ന പേരെന്താണ്? പാറ്റല്ല. മുട്ടുചിരട്ടയെ ശാസ്ത്രീയമായി അറിയപ്പെടുന്ന പേരെന്താണ്? പാറ്റല്ല. ഒരു കപ്പിൻ്റെ ആകൃതിയിലുള്ള അസ്ഥിയായ പാറ്റല്ല മുട്ടിൻ്റെ ഭാഗത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്നു. ആ മുട്ടിൻ്റെ അകത്ത ഭാഗത്ത് എന്ത് ചെയ്യുന്നു? പൊതിഞ്ഞ് കാണപ്പെടുന്നു. കപ്പിൻ്റെ ആകൃതിയിലുള്ള അസ്ഥിയായ പാറ്റല്ല എന്ത് ചെയ്യുന്നു? മുട്ടിൻ്റെ അകത്ത ഭാഗത്ത് എന്ത് ചെയ്യുന്നു? പൊതിഞ്ഞ് കാണപ്പെടുന്നു. അസ്ഥികളുടെയും പേശികളുടെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ടെൻഡൻ എന്നറിയപ്പെടുന്നത്. അസ്ഥികളെയും അതുപോലെ തന്നെ പേശികളും, അസ്ഥികളെയും പേശികളെയും ബന്ധിപ്പിക്കുന്ന ഭാഗം എന്താണ്? ടെൻഡനാണ്. ടെൻഡൻ. അസ്ഥികളെയും പേശികളെയും ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ്? ടെൻഡനാണ്. അസ്ഥികളെയും പേശികളെയും ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണെന്ന് വെച്ചാൽ അതാണ് ടെൻഡനാണ്. അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരട് പോലുള്ള ഭാഗമാണ് സ്നായുക്കൾ എന്നറിയപ്പെടുന്നത്. അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരട് പോലുള്ള ഭാഗമാണ് സ്നായുക്കൾ എന്നറിയപ്പെടുന്നത്. സ്നായുക്കൾ. അപ്പം നമ്മൾ പഠിച്ചത് അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ടെൻഡൻ എന്ന് നമ്മൾ പഠിച്ചു. അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരട് പോലുള്ള ഭാഗമാണ് എന്തെന്നറിയപ്പെടുന്നത്? സ്നായുക്കൾ എന്നറിയപ്പെടുന്നത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് ഈ പേരുകളാണ്. അപ്പോൾ ഏത് ഭാഗത്തെ അസ്ഥിക്കാണ് ഏത് പേരാണ് പറയുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടുന്ന് തന്നെ പഠിച്ചിട്ട് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ തോളിലെ അസ്ഥികളിൽ സ്കാപ്പുല, ക്ലാവിക്കിൾ എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത്. നമ്മളുടെ 2 തോളുകളുടെയും അസ്ഥികൾ എന്തെന്നറിയപ്പെടുന്നു? സ്കാപ്പുല ആൻഡ് ക്ലാവിക്കിൾ. അപ്പം ഒന്നുകൂടെ പഠിക്കാം. സ്കാപ്പുല ആൻഡ് ക്ലാവിക്കിൾ എന്നറിയപ്പെടുന്നത് എന്താണ്? തോളിലെ അസ്ഥികളാണ്. സ്കാപ്പുല ആൻഡ് ക്ലാവിക്കിൾ എന്നറിയപ്പെടുന്നത് എന്താണ്? തോളിലെ അസ്ഥികളാണ്. സ്കാപ്പുല ആൻഡ് ക്ലാവിക്കിൾ എന്നറിയപ്പെടുന്നത് എന്താണ്? സ്കാപ്പുല അതുപോലെ ക്ലാവിക്കിൾ ഏതൊക്കെ അസ്ഥികളാണ്? തോളിലെ അസ്ഥികളാണ് കേട്ടോ. തോളിലെ അസ്ഥികളാണ് സ്കാപ്പുല, ക്ലാവിക്കിൾ എന്നറിയപ്പെടുന്നത്. മാറലിൽ അറിയപ്പെടുന്ന അസ്ഥിയുടെ പേരെന്താണ്? സ്റ്റേണം എന്നാണ്. മാറലിൽ അറിയപ്പെടുന്ന അസ്ഥിയുടെ പേരാണ് സ്റ്റേണം. മാറലിൽ സ്റ്റേണം. അപ്പോൾ തോളിലെ അസ്ഥികൾ ഏതൊക്കെയാണ്? സ്കാപ്പുല, ക്ലാവിക്കിൾ. തോളിലെ അസ്ഥികൾ
സ്കാപ്പുല, ക്ലാവിക്കിൾ. മാറൽ ഏതാണ്? സ്റ്റേണം. മാറൽ സ്റ്റേണം. വാരിയലുകൾ ഏതൊക്കെയാണ്? 24 വാരിയല് റിബ്സ് ആണ്. വാരിയല് റിബ്സ്. എന്താണ്? റിബ്സ്. വാരിയല് റിബ്സ് ആണ്. അപ്പം തോളിലെ അസ്ഥികൾ സ്കാപ്പുല, ക്ലാവിക്കിൾ. മാറല് സ്റ്റേണം. വാരിയല്ലുകൾ എന്താണ്? റിബ്സ്. 24 റിബ്സ്. കീഴ്ത്താടിയെല്ലാം എന്താണ് പേരിൽ അറിയപ്പെടുന്നു? അത് മാൻഡിബിൾ. കീഴ്ത്താടിയല്ലേ മാൻഡിബിൾ. അപ്പം നമ്മൾ അതൊരു കോഡ് വെച്ച് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുമോ നോക്കാം. ആരെങ്കിലും ഇടികൂടുമ്പം, ഏതെങ്കിലും ഒരു ഇടികൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? മാൻഡിബിൾ ഇടിച്ച് തകർക്കും. നിൻ്റെ കീഴ്ത്താടിയെല്ലാം ഇടിച്ച് തകർക്കും എന്ന് പറയുന്നതിന് പകരം എന്താ എഴുതുക? നിൻ്റെ മാൻഡിബിൾ ഇടിച്ച് തകർക്കും എന്ന് പറയുന്നത് പോലെ പഠിച്ചു നോക്കുക. അപ്പോൾ കീഴ്ത്താടിയെല്ലാം എന്താണ്? മാൻഡിബിളാണ്. കീഴ്ത്താടിയെല്ലാം മാൻഡിബിൾ. തോളിലെ അസ്ഥികളാണ് സ്കാപ്പുല, ക്ലാവിക്കിൾ. മാറലാണ് സ്റ്റേണം. വാരിയല്ലുകളാണ് റിബ്സ് 24. കീഴ്ത്താടിയെല്ലാം മാൻഡിബിൾ. മേൽത്താടിയെല്ലാം എന്താണ്? മാക്സില്ല. മേൽത്താടിയെല്ലാം മാക്സില്ല. മേൽത്താടിയല്ലിൻ്റെ പേരാണ് മാക്സില്ല. മേൽത്താടിയല്ലാണ് മാക്സില്ല. മേൽത്താടിയല്ല് മാക്സില്ല. ചെവിയിലെ അസ്ഥികളാണ് മാലിസ് ഇൻകസ് ടേപ്പിസ് എന്നറിയപ്പെടുന്നത്. മാലിസ് ഇൻകസ് ടേപ്പിസ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒന്നുകൂടെ പഠിക്കാം. നമ്മൾ 5 പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ. അത് തോളിലെ അസ്ഥികളാണ് സ്കാപ്പുല, ക്ലാവിക്കിൾ. മാറൽ സ്റ്റേണം. വാരിയല്ലുകൾ റിബ്സ്. കീഴ്ത്താടിയല്ല് മാൻഡിബിൾ. മേൽത്താടിയല്ല് മാക്സില്ല എന്ന് പഠിച്ചു. തൊണ്ടയിലെ അസ്ഥിയാണ് ഹയോയിഡ് എന്നറിയപ്പെടുന്നത് അല്ലേ? തൊണ്ടയിലെ അസ്ഥിയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഹയോയിഡ്. തൊണ്ടയിലെ അസ്ഥിയാണ് ഹയോയിഡ്. തൊണ്ടയിലെ അസ്ഥിയാണ് ഹയോയിഡ്. ഭുജാസ്ഥി. ഭുജാസ്ഥി എന്ന് പറയുന്നത് ഹ്യൂമറസ് ആണ്. ഭുജാസ്ഥി അതിൽ അപ്പർ ആം എന്ന് പറയുന്നത് ഹ്യൂമറസ് ആണ്. ഭുജാസ്ഥി ഹ്യൂമറസ് ആണ്. ഭുജാസ്ഥി എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഹ്യൂമറസ്. ഹ്യൂമറസ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഭുജാസ്ഥി. തൊണ്ടയിലെ അസ്ഥി ഹയോയിഡ്. തൊണ്ടയിലെ അസ്ഥി ഹയോയിഡ്. കണങ്കാലിലെ അല്ലെങ്കിൽ കണങ്കൈയിലെ അസ്ഥികളാണ് റേഡിയസ് അൾന എന്നറിയപ്പെടുന്നത്. കണങ്കൈയിലെ അസ്ഥികളാണ് റേഡിയസ് ആൻഡ് അൾന. കണങ്കൈയിലെ അസ്ഥികൾ അറിയപ്പെടുന്ന പേരെന്താണ്? റേഡിയസ് അൾന. കണങ്കൈയിലെ അസ്ഥികൾ അറിയപ്പെടുന്ന പേരെന്താണ്? റേഡിയസ് അൾന. കണങ്കൈയിലെ അസ്ഥികൾ അറിയപ്പെടുന്ന പേര് റേഡിയസ് അൾന. മണിബന്ധത്തിലെ അസ്ഥികൾ അറിയപ്പെടുന്നത് കാർപ്പൽസ് എന്നാണ്. 8. മണിബന്ധത്തിലെ അസ്ഥികൾ അറിയപ്പെടുന്നത് കാർപ്പൽസ് എന്നാണ്. 8 കേട്ടോ. മണിബന്ധത്തിലെ അസ്ഥികൾ അറിയപ്പെടുന്നത് എന്താണ്? കാർപ്പൽസ് എന്നാണ്. കാർപ്പൽസ് എത്രയാണ്? 8 മണിബന്ധത്തിലെ അസ്ഥികൾ എത്രയാണ്? കാർപ്പൽസ് 8 അപ്പോൾ തോളിലെ അസ്ഥികൾ സ്കാപ്പുല, ക്ലാവിക്കിൾ. മാറൽ എന്താണ്? സ്റ്റേണമാണ്. വാരിയൽ എന്താണ്? റിബ്സ് ആണ്. വാരിയല് റിബ്സ് ആണ്. കീഴ്ത്താടിയല് മാൻഡിബിൾ ആണ്. കീഴ്ത്താടിയല് മാൻഡിബിൾ ആണ്. മേൽത്താടിയൽ എന്താണ്? മാക്സില്ലയാണ്. മേൽത്താടിയല് മാക്സില്ല. ചെവിയിലെ അസ്ഥികളാണ് മാലിയസ് ഇൻകസ് ടേപ്പിസ്. തൊണ്ടയിലെ അസ്ഥി എന്താണ്? ഹയോയിഡ് ആണ്. തൊണ്ടയിലെ അസ്ഥി എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഹയോയിഡ്. ഭുജാസ്ഥി ഹ്യൂമറസ് ആണ്. ഭുജാസ്ഥി എന്നറിയപ്പെടുന്നത് എന്താണ്? ഹ്യൂമറസ് ആണ്. കണങ്കൈയിലെ അസ്ഥികളാണ് റേഡിയസും അൾനയും. റേഡിയസും അൾനയും എന്താണ്? കണങ്കൈയിലെ അസ്ഥികളാണ്. മണിബന്ധത്തിലെ അസ്ഥികളാണ് കാർപ്പൽസ്. മണിബന്ധത്തിലെ അസ്ഥികളാണ് കാർപ്പൽസ്. എത്ര എണ്ണമാണ്? 8. അപ്പോൾ കൈപ്പത്തിയിലെ അസ്ഥികളാണ് മെറ്റാകാർപ്പൽസ് അല്ലേ? കൈപ്പത്തിയിൽ എത്രയാണ്? മെറ്റാകാർപ്പൽസ്. മണിബന്ധത്തിലെ അസ്ഥികൾ കാർപ്പൽസ് ആണെങ്കിൽ കൈപ്പത്തിയിൽ എന്താണ്? മെറ്റാകാർപ്പസ് ആണ്. മെറ്റാകാർപ്പസ് ആണ് കയ്യിൽ. കൈപ്പത്തിയിലെ അസ്ഥികൾ എന്താണ്? മെറ്റാകാർപ്പൽസ് ആണ്. 5. മെറ്റാകാർപ്പൽസ് എത്രയാണ്? 5 കൈ വിരലിലെ അസ്ഥികളാണ് ഫലാഞ്ചസ്. 14. കൈ വിരലിലെ അസ്ഥികൾ എത്രയാണ്? ഫലാഞ്ചസ് 14. കൈ വിരലുകളിലെ അസ്ഥികൾ എത്രയാണ്? ഫലാഞ്ചസ് 14. ഫലാഞ്ചസ് 14. തുടയിലെ അസ്ഥി ഭീമറാണെന്ന് എല്ലാവർക്കും അറിയാം. കാൽമുട്ടിലെ അസ്ഥി പാറ്റല നമ്മൾ നേരത്തെ പഠിച്ചതേ ഉള്ളൂ. കണങ്കാലിലെ അസ്ഥികളാണ് ടിബിയ, ഫിബുല എന്നിവ. കണങ്കാലിലെയാണ് ടിബിയ, ഫിബുല. കണങ്കാലിലെയാണ് ടിബിയ, ഫിബുല. ഇപ്പം തന്നെ പഠിച്ചു പോവുക. കണങ്കാലിലെ അസ്ഥികളാണ് ടിബിയ, ഫിബുല. കണങ്കാലിലെയാണ് ടിബിയ, ഫിബുല. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ ഇത്രയും പഠിച്ചത് ഒന്നുകൂടെ റിവിഷൻ ചെയ്യാം. ഒന്ന് സ്കാപ്പുല, ക്ലാവിക്കിൾ. തോളലിലാണ് സ്കാപ്പുല, ക്ലാവിക്കിൾ. മാറല് സ്റ്റേണം. വാരിയല്ലുകൾ റിബ്സ്. കീഴ്ത്താടിയല് മാൻഡിബിൾ. മേൽത്താടിയല് മാക്സില. ചെവിയിലെ അസ്ഥികൾ മാലിയസ് ഇൻകസ് ടേപ്പിസ്. തൊണ്ടയിലെ അസ്ഥി ഹയോയിഡ്. ഭുജാസ്ഥി ഹ്യൂമറസ്. കണങ്കൈയിലെ അസ്ഥികളാണ് റേഡിയസ് അൾന. മണിബന്ധത്തിലെ അസ്ഥികളാണ് കാർപ്പൽസ്. കൈപ്പത്തിയിലെ അസ്ഥികളാണ് മെറ്റാകാർപ്പൽസ്. കൈവിരലിലെ അസ്ഥികൾ ഫലാഞ്ചസ് ആണ്. അത് 14 തുടയിലെ അസ്ഥി ഫീമറാണ്. കാൽമുട്ടിലെ അസ്ഥി പാറ്റലയാണ്. കണങ്കാലിലെ അസ്ഥികൾ ടിബിയ, ഫിബുലയാണ്. കണങ്കാലിലെ അസ്ഥികൾ ടിബിയ, ഫിബുല. അടുത്ത് കാൽക്കുഴയിലെ അസ്ഥികൾ ടാർസൽസ് ആണ്. 7. കാൽക്കുഴയിലെ അസ്ഥികൾ എന്താണ്? ടാർസൽസ് ആണ്. കാൽക്കുഴയിലെ അസ്ഥികളാണ് ടാർസൽസ്. കാൽപാദത്തിലെ അസ്ഥികളോ? മെറ്റാടാർസൽസ്. അപ്പം കാൽപാദത്തിലെ അസ്ഥികളാണ് മെറ്റാടാർസൽസ്.
കാൽപാദത്തെയാണ് മെറ്റാടാർസൽസ്, അത് എത്ര എണ്ണമാണ്? 5 എണ്ണം. കാൽക്കുഴയിൽ ടാർസൽസ് ആണ്, അത് 7 എണ്ണമാണ്. കാൽപാദത്തിൽ എത്രയാണ്? അത് മെറ്റാടാർസൽസ് ആണ്, 5 എണ്ണമാണ്. കാൽവിരലുകളിലെ അസ്ഥികൾ ഫലാഞ്ചസ് ആണ് അല്ലേ. കാൽവിരലുകളിലെ അസ്ഥികളെ ഫലാഞ്ചസ് ആണ് പറയുന്നത്, കൈവിരലുകളിലെ അസ്ഥിയും ഫലാഞ്ചസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇടുപ്പിലെ അസ്ഥികളാണ് ഫെൽവിസ് എന്നറിയപ്പെടുന്നത്. ഇടുപ്പിലെ അസ്ഥികളാണ് പെൽവിസ്, 2 എണ്ണം പെൽവിസ്. ഇടുപ്പിലെ അസ്ഥികളാണ് പെൽവിസ്, 2 എണ്ണം. ഇടുപ്പിലെ അസ്ഥികളാണ് പെൽവിസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇടുപ്പിലെ അസ്ഥികൾ പെൽവിസ് 2 എണ്ണം. കാൽവിരലുകളിലെ അസ്ഥികൾ എന്താണ്? ഫലാഞ്ചസ് 14. കാൽപാദത്തിലെ അസ്ഥികൾ മെറ്റാടാർസൽസ് 5 എണ്ണം. കാൽപാദത്തിലെ മെറ്റാടാർസൽസ് 5 എണ്ണം. കാൽക്കുഴയിലെ ടാർസൽസ് 7 എണ്ണം. കണങ്കാലിലെ അസ്ഥികളാണ് ടിബിയ ഫിബുല. കണങ്കാലിലെ അസ്ഥികൾ ടിബിയ ഫിബുല. കാൽമുട്ടിലെ അസ്ഥിയാണ് പാറ്റല. കാൽമുട്ടിലെ അസ്ഥിയാണ് പാറ്റല. തുടയിലെ അസ്ഥിയാണ് ഫീമർ. തുടയിലെ അസ്ഥിയാണ് ഫീമർ. കൈവിരലിലെ അസ്ഥിയാണ് ഫലാഞ്ചസ്. കൈവിരലിലെ അസ്ഥിയാണ് ഫലാഞ്ചസ്. കൈപ്പത്തിയിലെ അസ്ഥികളാണ് മെറ്റാകാർപ്പൽസ്. കൈപ്പത്തിയിലെ അസ്ഥികളാണ് മെറ്റാകാർപ്പൽസ്. മണിബന്ധത്തിലെ അസ്ഥികളാണ് കാർപ്പൽസ്. മണിബന്ധത്തിലെ അസ്ഥികളാണ് കാർപ്പൽസ്. കണങ്കൈയിലെ അസ്ഥികളാണ് റേഡിയസ് അൽന. കണങ്കൈയിൽ റേഡിയസ് ആൻഡ് അൽന. ഭുജാസ്ഥിയിൽ ഹ്യൂമറസ് ആണ്. ഭുജാസ്ഥിയിൽ എന്താണ്? ഹ്യൂമറസ് ആണ്. തൊണ്ടയിലെ അസ്ഥി ഹയോയിഡ് ആണ്. തൊണ്ടയിലെ അസ്ഥി എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഹയോയിഡ്. ചെവിയിലത് മാലിസിൻകസ് ടേപ്പിസ് ആണ്. മേൽത്താടിയല് മാക്സില. കീഴ്ത്താടിയല് മാൻഡിബിള്. വാരിയല്ലുകൾ റിബ്സ് 24 എണ്ണം. മാറല് സ്റ്റേണമാണ്. തോളലിലെ അസ്ഥികൾ സ്കാപ്പുല ആൻഡ് ക്ലാവിക്കിളാണ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയി നമുക്ക് വിശ്വസിക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് വായിക്കുക, ഇടയ്ക്കിടയ്ക്ക് കേൾക്കുക. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓരോന്ന് ഓർത്തെടുക്കാൻ പറ്റും.